ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റം കാണാനില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റം ഇതാണല്ലോ. അപ്പോൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണത് ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹോബിയാണ്. ഹോബിയോ അല്ല, ഒരു ജീവിത രീതിയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയിരുന്ന ബക്കറ്റ് കവർ കഴുകി അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് പോകും കേട്ടോ. എൻ്റെ ഉമ്മച്ചി പറഞ്ഞിരുന്നു, നിൻ്റെ ചെടികളൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചെടികൾ എൻ്റെ ഉമ്മച്ചിക്കും ഇങ്ങക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ചെടികളൊന്നും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തെങ്ങിന് ചെറുതായിട്ടൊരു പ്രശ്നം. നമ്മുടെ ഈ സിറ്റൗട്ടിൽ കാണുന്ന ഈ ടേബിൾ അത് എവിടത്തെയാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. എങ്ങനെ ഒരു എയർ പാസിങ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഷോഫുമ്പോൾ കുറേ തുണികൾ ഇരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് തുണികൾ എനിക്കൊരു കുട്ടിക്ക് കൊടുത്തേക്കാനുള്ളതാണ്. പിന്നെ ബാക്കി എൻ്റെ മോൾക്ക് മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. എൻ്റെ മോളുടെ 6th സെമ്മ് എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാമാണ് ഇന്ന്. ഇതോടുകൂടി നമ്മൾ എൻ്റെ മോളുടെ ഡിഗ്രി കഴിയും. ഇനി അവൾക്ക് അയാട്ടം മാത്രമേ ഉള്ളൂ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മോള് ലാസ്റ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ രാവിലത്തെ ഓരോ ജോലികളിലുമാണ് കേട്ടോ. രാവിലെ എന്നും എനിക്ക് അലക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട ഡ്രസ്സ് പോലും വേഗം അലക്കിയെടുക്കും. എനിക്ക് ഈ അലക്കിലെന്തോ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കൈ കൊണ്ടാണെങ്കിലും എനിക്ക് അലക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് വെറും വയറ്റിൽ നെയ്യ് കുടിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നെയ്യ് ഞാൻ കുറേ കുടിച്ചിരുന്നു. ഇപ്പം ഞാനൊരു കുറച്ചിട്ടുണ്ട്. കാരണം അത്രയും നെയ്യ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ നമ്മൾ സ്പൂണൊന്ന് ചൂടാക്കിയിട്ട് സ്പൂണിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യിൻ്റെ കുപ്പിയിലിട്ട് നന്നായിട്ട് ഇളക്കിയത് കേട്ടോ. പക്ഷേ ഈ സ്പൂണിൽ നെയ്യ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുടിക്കാൻ ഞാൻ കുറച്ചിങ്ങനെ ആലോചിക്കും. പെട്ടെന്ന് അങ്ങനെ എടുത്ത് കുടിക്കത്തൊന്നുമില്ല. പക്ഷേ എങ്ങനെ ഞാൻ കുടിക്കും. ഞാൻ ഏത് കയ്പുള്ള മരുന്നും എന്ത് വ്യത്യാസമുള്ള സംഭവം മരുന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കഴിക്കാനൊരു മടിയില്ല കേട്ടോ. അത് എൻ്റെ മോൾ എപ്പോഴും പറയും, നമുക്കിത് എങ്ങനെ ഇത് കഴിക്കാൻ വയ്ക്കണം, അപ്പോൾ ഏത് കയ്പുള്ളതും കഴിക്കുമല്ലോ അത്. അതെന്തോ ഞാനങ്ങനെ കഴിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു മധുരമിടാത്ത കാപ്പിയും കുടിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ നെയ്യ് ഇങ്ങനെ വായിൽ ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് പോകാനും, പിന്നെ നെയ്യ് ഉരുകി പോവുകയാണെങ്കിൽ വയറ്റുള്ളിൽ കൂടി ഉരുകി പോകാനായിട്ട് പോയിക്കോട്ടെ, നമുക്ക് ഓരോ വിശ്വാസങ്ങളല്ലേ. അങ്ങനെ അപ്പോൾ നമുക്കിന്ന് ഉപ്മാവാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച പീലറാണ്. ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കത്തിയൊക്കെ തൂക്കിയിടുന്ന നമ്മൾ കാന്തം ഫിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഗ്രോസ് സ്റ്റോറിൻ്റെ നമ്പറൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളി, നല്ല പ്രൊഡക്റ്റാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മീൻകാരന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മീൻകാരൻ്റെ ഹോണ് ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് അവിടെ നിന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ മൂപ്പർക്ക് ഫോൺ വിളിച്ച് പറയും, നിൽക്കും കേട്ടോ എനിക്ക് മീൻ വേണം എന്നുള്ളത് പറയും. അങ്ങനെ നമ്മൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. ഞാൻ നോമ്പ് തുടങ്ങിയ ശേഷം മൂപ്പര കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തൊക്കെ എപ്പോഴും പോകുമ്പോൾ മീൻ വാങ്ങിക്കും, അത് ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ പിന്നെ ചിക്കനും ബീഫും അങ്ങനെയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ ഇന്നത്തെ മീൻ അവർ രാവിലെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ മീനെന്ന്. അപ്പോൾ അവർ സ്റ്റാറ്റസിൽ ഈ മത്തി കണ്ടിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചിരിക്കണം നമുക്കിന്നൊരു മത്തിക്കറി കൂട്ടി ചോറുണ്ടെന്ന്. ഇവിടെ എൻ്റെ മോൾക്ക് മത്തി ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടേ ഞാൻ മത്തി വാങ്ങിക്കാറില്ല. അപ്പോൾ എനിക്ക് വേണ്ട ഒരു 1/2 കിലോ മത്തിയും വാങ്ങിച്ചു. പിന്നെ ഒരു 1/2 കിലോ വേറെ ഒരു മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചു. നിൻ്റെ ബുള്ളറ്റാണത്? കണ്ടിട്ട് ബുള്ളറ്റിൻ്റെ ഉള്ളിൽ എന്താ കയറിയിരിക്കണേ? നമ്മൾ സായിക്കുട്ടിൻ്റെ ഇത് മാറി കേട്ടോ. അച്ഛൻ നോക്കട്ടാ, കണ്ടോ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാറും, ജസ്റ്റ് മെത്തൊക്കെ മാറി. ഞാൻ ശരിക്കും എന്താ പറയുക, നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഹോമിയോ ഒന്നും കാണിക്കരുത് എന്ന്. പക്ഷെ ഞാനിവനെ ചെറുപ്പം മുതൽ ഹോമിയോ കാണിക്കാറ് കേട്ടോ. ഇവനിപ്പോൾ ഹോമിയോ ഭയങ്കരമായിട്ട് മറ്റേ അസുഖങ്ങളൊക്കെ മാറും. സെവറൽ അസുഖം മാറിയില്ലേ? അതിന് മീനെടുത്തിട്ട് പോരെ. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്മാവ് വറുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മിസ്റ്റേക്ക് മനസ്സിലായത്. അയ്യോ, ഞാനിപ്പോൾ ഉപ്മാവ് ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാക്കാറ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റവ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുനുകുന അരിഞ്ഞ സവാള ചേർത്ത് ഇളക്കി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് വറ്റൽമുളകും തേങ്ങയും
ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാറ്. ഞാൻ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നല്ല പൊടിയായിട്ട് വരും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവ് ഞാൻ എന്നെ തന്നെ പറ്റി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയ ഉപ്മാവിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ റവ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ടൊരു 5-10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്മാവ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രോട്ടീന് വേണ്ടിയിട്ട് 4 മുട്ടയും പുഴുങ്ങാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 4 മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൽച്ചായയും, നമ്മളിപ്പോൾ പാൽപ്പൊടി വാങ്ങിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ പാൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ പാൽച്ചായയും ഒക്കെ ഉണ്ടാക്കാറ്. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താണ് ടൊമാറ്റോ സോസ് കൂട്ടിട്ടോ? എന്നാൽ മറ്റേ ഇത് കെച്ചപ്പ് കൂട്ടിയിട്ടല്ലാണ്ട് മറ്റേ സോസ് കൂട്ടിക്കൂടാ എന്തേലാട്ട്. എങ്ങനെ പോണു? എക്സാമൊക്കെ എങ്ങനെ പോണു? ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ? ഓ, അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങാറില്ല. അതെ, ഉറങ്ങിയാലില്ല. സപ്ലിയോട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ആ കാണുന്ന പടിയുടെ കയറ്റില്ല. ഉള്ള കാരണം പറഞ്ഞേക്കാം. എന്താവോ പറഞ്ഞ് ചായ പിടിച്ചോട്. ഏത് 2 മുട്ട? രാവിലെ എക്സാമിന് പോകുമ്പോ ഉച്ചക്ക് എക്സാമിന് പോകുമ്പോ ബുദ്ധിയില് പോകണം. മോർണിംഗ് ഫുഡ് ഇസ് ബ്രെയിൻ ഫുഡ് എന്നാണ്. ആയിക്കോട്ടെ, എന്തും തരാം. സപ്ലി ഇല്ലായിരുന്നാ മതി. എക്സാമിന് മാത്രം അല്ലാതെ തീരാമൽ തീരും മീനോട് മീനോടൊന്നുമില്ല, മീനൊരെണ്ണത്തിന് വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എന്താ മീൻ കിട്ടിയിരിക്കണ്? ഇന്ന് മത്തി. എനിക്കിന്ന് മത്തി വേണം. ഞാൻ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ വേറെ തരം മീനും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് മത്തിക്കറി കൂട്ടാൻ പൂതിയിട്ടേ ഞാൻ മത്തി വാങ്ങിച്ചു. മത്തിച്ചാറ് ഇന്ന് മത്തിച്ചാറും മത്തി വറുത്തതും കൂട്ടി ഞാനൊരു പൊടി പൊടിക്കും. മാന്തലില്ല, എനിക്ക് വേറെ സാധനം ഉണ്ട്. മാന്തൽ ഇഷ്ടമല്ല. എനിക്കറിയാൻ പാടില്ല. കൊണ്ടുവരാൻ പറയും. എന്താ സ്വർണ്ണം എങ്ങനെ ഇരിക്കണ്? നേരെ ചായ കുടിച്ചോടി. അതെ, അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് ഇന്നുമോള് പഠിക്കാനും പോയി. സായ്ക്കുട്ടി താഴെ കുട്ടികളുടെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കാനും പോയിട്ടോ. നമുക്ക് ഫോണ് കാണുമല്ലോ കുട്ടികൾ. ഒന്ന് ഓടി കളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ലതല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി മീൻ സെറ്റാക്കണം കേട്ടോ. അത് ഞാൻ ബിസ്മിന്ന് വാങ്ങിച്ച 3 പാത്രങ്ങളാണ്. ഇതിന് 99 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ 99 രൂപ എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് ചാടി മറിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മീനിൻ്റെ പേര് എനിക്കറിയില്ല. ആ മീൻ നന്നാക്കിയിട്ടാണ് കിട്ടിയത്. പക്ഷേ മത്തി നമുക്ക് നന്നാക്കി കിട്ടില്ലല്ലോ. ആ മത്തി നമ്മൾ തന്നെ നന്നാക്കണ്ടേ. അപ്പോൾ ഞാനൊരു കത്രികൊക്കെ ഉപയോഗിച്ച് മത്തി പുറത്തേക്ക് അതിൻ്റെ ചെതുമ്പിൽ തെറിക്കാതെ സൂക്ഷിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവനെ കൊണ്ട് നമുക്ക് നല്ല മുളകരച്ച മത്തിക്കറി വെക്കണം. സോ ഗൈസ്, അങ്ങനെ കോളേജിലേക്ക് പോകാൻ ഞാൻ റെഡിയായി. മമ്മ അവിടെ കിച്ചണിൽ വർക്കിലാണ്. മമ്മ ഇന്ന് മത്തിക്കറിയും മത്തി വറുത്തോണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മത്തി വറുത്തൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കോളേജിലേക്ക് പോകണ കണ്ട കുറച്ച് ലക്ഷറി തോന്നിക്കണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ എക്സാമിന് വേണ്ടി പോവുകയാണെന്ന്. ലാസ്റ്റ് എക്സാമാണ്. സാധാരണ എക്സാമിനൊക്കെ ഞാൻ നല്ല ചൊറിയും കുത്തിയ കോലത്തിലാണ് പോവാറ്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണം. കാരണം നമ്മൾ ഒരുങ്ങാതെ പോയാൽ സാറന്മാരെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാം സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇന്ന് ഞാൻ ഇങ്ങനെ പോയപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. ഇപ്പോൾ എന്ത് എക്സാമിന് ഇങ്ങനെ വന്നിട്ട് ശ്രദ്ധിച്ചാലോ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരുങ്ങാതെ പോകുന്നത്. പക്ഷെ ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. കുറച്ച് സിമ്പിൾ എക്സാം ആയ കാരണം ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സാമിന് പോകണം. ഗൈസ്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലാസ്റ്റത്തെ സെമ്മാണ്. ഇതിൽ പാസ്സായി കിട്ടിയാൽ അൽഹംദുലില്ലാ. അപ്പോൾ പോട്ടെ. നമ്മളിവിടെ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എന്താ പറയുക, ഓൺലൈനായിട്ടാണ് സാധനം വാങ്ങിക്കാറ്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാധനം, ഇത്രയും സാധനം നമുക്ക് അത്യാവശ്യമുള്ളത് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ളതും ആവശ്യത്തിനുള്ളതും കുറച്ചൊക്കെ അനാവശ്യത്തിനുള്ളതും വാങ്ങിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഇതാവുമ്പോൾ ഒരു 10-750 രൂപയിൽ ഒതുങ്ങി. മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ 10,250 രൂപ എങ്ങനെയാവും.
അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ട് പാക്കാക്കട്ടെ. ആ പാക്കാക്കുന്നതിനിടയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ ഷെബിന വന്ന വീഡിയോൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഉണ്ടായിരുന്നത് ഷെബിന വന്നത് സന്തോഷമായി എന്നുള്ള കമൻറ്റുകൾ കുറേ കണ്ടിരുന്നു. പക്ഷേ പലരും പറഞ്ഞിരുന്നു ഇനി ഇക്കായും വരട്ടെ, ഇനി ഒരുമിക്കട്ടെ, ഇക്കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് നന്നാവാൻ നോക്ക്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത് കേട്ടോ, പ്ലീസ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, എനിക്ക് എൻ്റെ കുട്ടികൾ നന്നായിട്ട് നോക്കാൻ പറ്റട്ടെ, എനിക്ക് ആരുടെയും മുമ്പിൽ തല കുനിക്കാതെ ജീവിക്കാൻ പറ്റട്ടെ. ഇതുപോലത്തെ പ്രാർത്ഥനകളായിരിക്കും കേട്ടോ എനിക്ക് നന്നായി വരിക എന്ന് വിചാരിക്കണു ഞാൻ. നമ്മൾ അത് ഒട്ടും വേണ്ട എന്ന് വിചാരിച്ച കാരണം കൊണ്ടാണല്ലോ നമ്മൾ വേറെ പോകുന്നത്. ഞാൻ ഈ പലപ്പോഴും പല സമയത്തും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ള വാർത്ത അത് നിങ്ങൾ കേൾക്കൂല. അത് ഞാനൊരു മനുഷ്യനാണ്, ഇനി പഠിച്ചവൻ എങ്ങനെ വിചാരിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ വിചാരം എന്താണെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ നമ്മൾ മനുഷ്യന്മാരൊരു തീരുമാനം എടുക്കുമല്ലോ, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഞാൻ ഇനിയൊരു തിരിച്ചു പോക്കോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ ഒരു വരവോ അല്ലെങ്കിൽ നമ്മളത് റീയൂണിയനോ അതൊരിക്കലും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാതെ എനിക്ക് നല്ലപോലെ എൻ്റെ മക്കളെ നോക്കിയിട്ട് നല്ലപോലെ ജീവിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനക്ക് നിങ്ങളെ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഇച്ചിരി മഞ്ഞളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുന്തിരിങ്ങ എടുത്ത് കഴിച്ചിട്ടുണ്ട്. കറുപ്പും കഴിച്ചു, പച്ചയും കഴിച്ചു. അതിൽ നമ്മുടെ ഈ കറുപ്പ് മുന്തിരിങ്ങ ഉണ്ടല്ലോ, അത് നല്ല മധുരമുണ്ടെന്ന് മാത്രമല്ല, മുന്തിരിങ്ങ നല്ല ഊരുണ്ടിട്ടായ കാരണം കൊണ്ട് അത് കഴിക്കാനും കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇനി മുന്തിരിങ്ങ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനത്തെ കറുപ്പ് മുന്തിരിങ്ങ വാങ്ങിച്ചോളൂ. പച്ചമുന്തിരിക്ക് ചെറുതായിട്ടൊരു പുളിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂടായ കാരണം കൊണ്ട് കയ്യിൽ കുറേ നേരം ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ കൈ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൗസ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ്പോൾ ഞാൻ ഇത് സാധാരണ മുളക് കറി വെക്കുന്ന പോലെ അല്ല വെക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ ഇഞ്ചി മിസ്സായി. അത് ഞാൻ ഇങ്ങനെ കറി കഴിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ തക്കാളി, മറ്റേ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കുനുകുന അരിഞ്ഞിട്ട് നല്ല ഒരു വെറൈറ്റി രീതിയിലുള്ള മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ താത്ത പറഞ്ഞിരിക്കണ് ഈ മൺചട്ടി നമ്മൾ തുടച്ചിട്ട് വെക്കണം, അതല്ലാണ്ട് സ്റ്റൗവുമ്പോൾ വെച്ചിട്ട് അത് ചൂടാക്കാൻ വെക്കരുത് എന്ന്. പക്ഷേ ഞാൻ തുടച്ചപ്പോൾ ശരിക്കും പോലെ അതിൽ നിന്ന് വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളെ മൺചട്ടിയിൽ മീൻകറി വെക്കുന്നത് കേട്ടോ. ഞാൻ ഈ മൺചട്ടി വാങ്ങിച്ചിരുന്ന സമയത്ത് ഇത് ഒരു 2 ആഴ്ചയോളം ഞാൻ കഞ്ഞിവെള്ളം ഇട്ടിട്ട് ശരിയാക്കിയിട്ടാണ് ഈ മൺചട്ടി യൂസാക്കാൻ തുടങ്ങി കേട്ടോ. 2 ആഴ്ചയോളം ഒരേ കഞ്ഞിവെള്ളമല്ല കേട്ടോ, കഞ്ഞിവെള്ളം മാറ്റി കൊടുത്തിരുന്നു. 2 ദിവസം കൂടുമ്പോൾ കഞ്ഞിവെള്ളം മാറ്റി കൊടുക്കുമായിരുന്നു. അങ്ങനെ മയക്കിയെടുത്ത എൻ്റെ മൺചട്ടിയാണ്. ഞാൻ അതിനെ പൊന്നുപോലെയാണ് എടുത്തു വെക്കാറ്. ഞാനിത് സത്യം പറഞ്ഞാൽ ഇന്നുപോൾക്ക് പോലും കറി വെക്കാൻ കൊടുക്കൂല കേട്ടോ, കാരണം അവളെ കയ്യിൽ നിന്ന് അബദ്ധത്തിലെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ സ്പെഷ്യൽ എന്താ പറയുക മൺചട്ടി. അതിൽ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സ്പെഷ്യൽ മത്തിക്കറി, നല്ല ചുമന്ന മത്തിക്കറി. കുറേ ദിവസമായി എനിക്കിങ്ങനെ ഒരു ചുമന്ന കളറുള്ള മത്തിക്കറി, നല്ല വേപ്പിലിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള മത്തിക്കറി കൂട്ടി ചോറുണ്ടണം എന്നുള്ള ആഗ്രഹം വന്നിട്ട് ഈ പെണ്ണിന്, അതായത് എൻ്റെ ഇന്നുമോൾക്ക് മത്തി ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അത്ര ദിവസം മത്തി വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങയൊക്കെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി അതിൻ്റെ ഇങ്ങനെ മണിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, പച്ചയും കറുപ്പും കളറിൽ മുന്തിരിങ്ങ. ഇനി നമ്മൾ അടുത്ത ജോലി ഞാൻ രാവിലെ അലക്കിയതുണ്ടായിരുന്നില്ലേ, അതൊക്കെ വിരിച്ചിടലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വിരിച്ചിടുന്നത് ഞാൻ മുകളിലേക്ക് പോകാറില്ല. പക്ഷേ ഇപ്പോൾ മഴക്കാലം പോലെ ഒരു മൂടി കെട്ടിയ അവസ്ഥയായ കാരണം കൊണ്ട് ഇപ്പോൾ പഴയ പോലെ തുണികൾ ഇവിടെ ഇടുമ്പോൾ അങ്ങോട്ട് വൃത്തിക്ക് ഉണങ്ങുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മിക്കവാറും ഇനിയും ഡ്രസ്സ് മുകളിൽ തന്നെ വിരിച്ചിടേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല മീനൊക്കെ വറുത്ത് ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി ചോറുണ്ടാൻ പോവാണ്. നമ്മൾ ഇന്നുമോൾ പിന്നെ കോളേജിലാണല്ലോ, ഓൾ വന്നിട്ടില്ല. കണ്ടോ നല്ല പുറത്തിങ്ങനെ എണ്ണ ഊറി നിൽക്കുന്ന നല്ല മത്തിക്കറി. ഇത് ഉച്ചയ്ക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു സീന് കാണുമ്പോൾ വായിൽ വെള്ളമൂറും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി ചോറും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങും കേട്ടോ. ഒരു 4 മണിയാകുമ്പോൾ സായിക്കുട്ടിക്ക് ഞാനിവിടെ അവനൊരു വെക്കേഷൻ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്രക്സ് ലൈഫിൽ തന്നെ ചേർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഓട്ടവും ചാട്ടവും നീന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓനങ്ങനെ 4 മണിക്ക് അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് ഞാനൊരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ.
ചുരിദാർ തയ്ക്കുന്ന കാര്യം നോക്കിയപ്പോഴാണ് നമുക്കൊരു ഡെലിവറി വന്നത് കേട്ടോ. നമുക്ക് ആമസോണിൽ നിന്ന് ഞാനൊരു എന്താ പറയുക കസ്തൂരി മഞ്ഞൾ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അത് വന്നതാണ് ഓൺലൈനായിട്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഈ മുന്തിരിങ്ങ വാങ്ങിച്ചിട്ട് നമ്മളിത് മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകൂലേ, നമ്മൾ യഥാർത്ഥ മഞ്ഞൾപ്പൊടിയിട്ട് കഴുകിയത് കണ്ടില്ലേ. പക്ഷേ ഈ മുന്തിരിങ്ങ മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതിൻ്റെ വിഷാംശങ്ങൾ പോയ കാരണം കൊണ്ട് മുന്തിരിങ്ങ വേഗം ചീണതായിരിക്കും. എന്താണെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചില്ലത്, ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ മുന്തിരിങ്ങ വേഗം കഴിച്ച് തീർത്തോളാം. പിന്നെ എടുത്തു വെക്കാൻ പറ്റില്ല, എടുത്തു വെച്ചാൽ മുന്തിരി കേട് വരും കേട്ടോ. മുന്തിരി കഴുകി കണ്ടോ കേട് വരുന്നത്. ഇരിക്കുന്നോ? അങ്ങനെ നമ്മളെ ഇന്നിമോളുടെ 6ാം സെമ്മ് കഴിഞ്ഞിരിക്കുകയാണ്. നിലത്ത് വെള്ളം കളിയില്ല, അത് അടിയിൽ വെള്ളം ഇറ്റും അടിയിലൊക്കെ. നീ പറഞ്ഞിട്ടാണ് മുന്തിരിങ്ങ വാങ്ങിച്ചത്. അതാ മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല മുന്തിരിങ്ങയാണ്, മുഴുവൻ കഴിച്ചോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഔട്ട്സ്റ്റാൻഡിങ് ആവോ? ഔട്ടില്ല, പാസ്സായി പോരൂ. എന്തോ ഒപ്പിച്ചിട്ട് തോന്നുന്നു. എന്തായാലും ഇത് പഠിച്ച് സോറി അങ്ങനെ ഇന്നിമോളുടെ ഡിഗ്രി കഴിഞ്ഞില്ലേ? ഫിനിഷ്ഡ്. പഠിച്ചോനെ ഇനി വേഗം കുളിച്ചിട്ട് പോയി. ഞാൻ എനിക്ക് സാധനം ഉണ്ടാക്കി തരാം. പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിൽ എന്താ ഉണ്ടാക്കുന്നേ? പായസം ഉണ്ടാക്കി തരട്ടെ. പായസം മിക്സ് വാങ്ങിച്ചില്ലേ? പായസം വേണ്ട, ആ ആയിക്കോട്ടെ എന്നാ ശരി. മത്തിക്കറിയും മീൻ പൊരിച്ചതും. മീൻ വറുത്തിട്ടില്ലേ? എന്തുകൊണ്ട് ഷെയ്ക്കാണ്? ഓട്സ് ഷെയ്ക്ക് ഉണ്ടാക്കി തരട്ടെ. ഓക്കെ ശരി. ഓക്കെ. അപ്പോൾ ഇന്നിമോൾക്ക് ബോൺവിറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മളിപ്പോൾ ഗുഡ് ലൈഫിൻ്റെ ഈ പാലാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപ്പൊടി വാങ്ങിക്കാറില്ലേ. അപ്പോൾ ഈ പാലും ബോൺവിറ്റ ഉപയോഗിച്ച് നമുക്ക് ബോൺവിറ്റ ഉണ്ടാക്കാം. നമ്മളിവിടെ പൊട്ടിച്ച് വെച്ച പാൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പൊട്ടിച്ച് വെച്ച പാലുണ്ട്, ഫുള്ള് ഒഴിക്കാം. ഈ പാല് നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും അറിയാത്ത കാര്യം അല്ല, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് 1 ലിറ്ററിൻ്റെ പാക്കാണ്. ഏകദേശം 68 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ തുറന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ പാലാണ് വാങ്ങിക്കാറ്. ഇത് ശരിക്കും പറയണത് നമ്മൾ ഇതിൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിതിൻ്റെ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ പാലിനെക്കാട്ടിക്കും ബാക്ടീരിയയും സംഗതിയൊക്കെ ഇതിലുണ്ടാവില്ല. കാരണം ഇത് പാസ്ചറൈസ് ചെയ്ത പാലാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഹെൽത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോൺവിറ്റ ഷേക്ക് ഉണ്ടാക്കാം. നമ്മളിതിൽ ആദ്യം കുറച്ച് പാലൊഴിച്ചു. ഇനി പാല് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതങ്ങോട്ട് കളയാൻ തോന്നില്ലല്ലോ. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കുലുക്കി അത് കളഞ്ഞാലുള്ളൂ നമുക്കൊരു സമാധാനം കിട്ടുക. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇച്ചിരി പാലുണ്ട്. ഇനി സായ്ക്കുട്ടി വരുമ്പോൾ സായ്ക്കുട്ടിയും കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എമൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഏകദേശം ഇപ്പോൾ സമയം എത്രയായി? ഏകദേശം ഒരു 5-5:30 മണിയേക്കണ്. ഒരു 6 മണിയാകുമ്പോൾ സായ്ക്കുട്ടി വരും. അപ്പോൾ സായ്ക്കുട്ടിയും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. ഇത് പൊട്ടിച്ചിട്ട് പൊട്ടിക്കാനും വയ്ക്കുന്നില്ലല്ലോ പഠിച്ചോനെ. അപ്പോൾ ഒരു കുറച്ചും കൂടി പാല് ചേർക്കാം. ചെരിച്ച് വയ്ക്കാം, ആകെ പോയി. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. നമ്മളെ കയ്യിലൊരു കണക്കുണ്ട്, ആ കണക്കിൽ പഞ്ചസാര ഇടാം. അത്ര മതി, അത്ര പഞ്ചസാര ഇടാം. ഇനി നമുക്ക് കുറച്ച് ബോൺവിറ്റ ഇടാം കേട്ടോ. ബോൺവിറ്റ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇട്ടാറുള്ളൂ, അതിനൊരു റിച്ച് ടേസ്റ്റ് കിട്ടാം. 2 3 4 5. ഇതേ ശരിക്കും ഇവിടെ ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേഗം കഴിയണമെന്നറിയോ. പക്ഷേ ഈ ബോൺവിറ്റ ഇനി ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്, അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ബൂസ്റ്റിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ ഈ ബോൺവിറ്റയ്ക്ക്, അതുകൊണ്ടാണ് അത് കഴിയാനത്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ ഈ ഐസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ. പക്ഷേ അത് വരുന്നില്ല കറക്റ്റ്. വരട്ടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഐസ് ഇട്ടിട്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടത് നല്ല വണ്ണം അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. എന്തായാലും ബാക്കി മിക്സിയിൽ വന്നതേ ഞാൻ കുടിക്കാം. നമ്മൾ തള്ളാർക്ക് നല്ല മറ്റേ ആരോഗ്യം ഉണ്ടെങ്കിലുള്ള പിള്ളേരെ നോക്കാൻ പറ്റുള്ളൂ.
അടിപൊളി ടേസ്റ്റ്. എൻ്റെ പോലത്തെ വില തള്ളാറുണ്ടെങ്കിൽ കമൻറ്റ് ഇടിട്ടോ. ഗൈസ്, വെയിലിൻ്റെ കൂടെ മഴ വന്നപ്പോൾ ഭയങ്കര കൊതുക്. ഇവിടെ കൊതുകൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പം കൊതുകൊക്കെ മേലക്ക് സ്റ്റെപ്പ് കയറി വരാൻ തുടങ്ങിയിരിക്കണ്. അതിനുണ്ട് മമ്മ കോമഡി അതിനുണ്ട്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി കൊതുക് വരാൻ തുടങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് കത്തിക്കാൻ പോകുന്നത്. ഇത് മേടിച്ചിട്ട് ഒരു പ്രാവശ്യമായിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി കത്തിച്ചിട്ടു, അല്ലാതെ കത്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം കത്തിക്കേണ്ട അവസ്ഥ വന്നു. ഈ ഷോപ്പിൽ കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ കാണാനുണ്ടോ? ഡ്രസ്സുകൾ മടക്കി കാണാം. അത് ഞാൻ കുറച്ചെടുത്ത് എടുക്കട്ടെ. ഡ്രസ്സുകൾ മടക്കി അതിൽ കുറച്ച് ഡ്രസ്സുകൾ ഒരു കുട്ടിക്ക് കൊടുത്തേക്കാൻ ഡ്രസ്സും കൂടിയാണ്. ഇതിലോ? അതിലുണ്ട് കുറച്ച് ഡ്രസ്സുകൾ, കുറേ ഡ്രസ്സുകൾ മടക്കിക്കാനുമാണ്. ഞാൻ അയച്ചു വരാൻ വേണ്ടി കാത്തുന്നത് തന്നെയാണ് ഞാൻ. അമ്മ അറിയണേ, ഇന്ന് കുറേ വീഡിയോ എടുക്കാണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മടക്കി വെച്ചില്ല. അല്ല, ഈ ഡ്രസ്സുകൾ മടക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു, മടക്കി വെച്ചില്ല. മടക്കി വെച്ചിട്ടില്ല. ഇതിപ്പോ എന്താ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മടക്കി വെച്ചില്ല, നിന്നെ പ്രതീക്ഷ വെച്ചതാണെന്ന് മരുമ്പ് നേരായി എന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുളിച്ചു വന്നിട്ട് പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെന്നത്തി കത്തിക്ക്, വേഗാവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. നമ്മൾ അടുത്ത വിശേഷമായിട്ട് ഉടനെ വരും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഈ ഒരു സന്തോഷത്തേക്ക് ഞാനിനി വേറെ ഒരു ദുഃഖവും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രം മതിയാവും കേട്ടോ. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരുപാട് വിശ്വാസമുള്ളതാണ്. പിന്നെ കൂടാതെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനലൊന്ന് ഷെയർ ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവും. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.